to Filmy Bazaar. An ultimate entertainment updates from movies. Okay, അപ്പോൾ ഇന്നും കുറച്ച് ഫ്രഷ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇന്ന് ഫിൽമി ബസാറിൽ നല്ല ബ്യൂട്ടിഫുൾ ട്രാക്സ് ഒക്കെയാണ് നമ്മൾ ഇന്ന് പ്ലേ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ എല്ലാ ഒരു അപ്ഡേറ്റ് അല്ല ഒരു കാര്യമാണ്. ഒരു സോഡ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു വ്യക്തിയുടെ ചേഞ്ചിന് പിറകിൽ ഒരാൾ മാറുന്നു. നിഷ മാറുന്നു, ഞാൻ മാറുന്നു. അതിന്റെ പിന്നിൽ മാറണമല്ലോ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അതിന്റെ പിന്നില് ഒരാളുണ്ടാവും, ഒരു വ്യക്തി ഉണ്ടാവും. സെയിം റുട്ടീനിൽ നിന്ന് നിഷ മാറുന്നു. അതെ, ഞാനിപ്പം അതെ ആ ഒരു നിഷ ഭയങ്കര മലയാള സിനിമയിൽ ഇങ്ങനെ പകരം വെക്കാനില്ലാത്ത നായികയാണല്ലോ. അപ്പൊ ഉദാഹരണമൊന്നും ഇല്ല ഇവിടെ. നിഷ മാറുന്നു, സൈന മാറുന്നു. വ്യക്തമായ ഒരു ആളുണ്ടാവും. അപ്പൊ ആ ചേഞ്ചിന് പിന്നിൽ എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും അല്ല, അങ്ങനെ എല്ലാ വ്യക്തികളുടെയും പിന്നിൽ ഒരു മാറ്റത്തിന് പിന്നിൽ ഒരു വ്യക്തി ഉണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും. അത് എന്ന് പറഞ്ഞ പോലെയാണ് അക്ഷയ് കുമാർ എന്ന ഗ്രേറ്റ് ആക്ടർ. അദ്ദേഹം ഇപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ട് നമുക്ക് എല്ലാവരും അറിയാം, ആദ്യം മുതലേ അദ്ദേഹം ഒരുപാട് ആക്ഷൻ സിനിമകളിലൂടെയാണ് നമുക്ക് എല്ലാ മൂവീസും എടുത്തു നോക്കിയാൽ അറിയാം, കുറെ ആക്ഷനിലാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് തന്നെ തോന്നി ആ കാല സമയത്ത് ഈ സെയിം റുട്ടീൻ തന്നെ അല്ലെങ്കിൽ ഈ സെയിം ക്യാരക്ടർ തന്നെ ചെയ്താൽ ശരിയാവില്ല, എനിക്കും ഒരു ചേഞ്ച് വേണം. അതുപോലെ തന്നെ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ട് പോലും, അതായത് എന്താണ് എനിക്ക് പറ്റുള്ളൂ, ഈ ആക്ഷൻ സിനിമകൾ മാത്രമേ എനിക്ക് പറ്റുള്ളൂ എന്ന് പോലും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കാം അല്ലെ? അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തി ആരാണെന്നുള്ളത് പറയുന്നതിന് മുമ്പ് നമുക്ക് ട്രാക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ആരാണ് ആ വ്യക്തി? അതെ, അതിന് മുമ്പ് ജോമോന്റെ സുവിശേഷങ്ങളെ ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നമ്മൾ കണ്ടത്. സോ അക്ഷയ് കുമാറിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ചേഞ്ചിന് പിറകിൽ ഒരു സംവിധായകനാണ് നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന. അതെ, വെരി ടാലന്റഡ് ഡയറക്ടർ പ്രിയദർശൻ സാർ ആണ് അദ്ദേഹത്തിന്റെ ഈ ചേഞ്ചിന് പിന്നിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചെയ്തിരിക്കുന്ന സിനിമകളിലെ 90% സിനിമകളും സൂപ്പർ ഹിറ്റ്. അതെ, ആക്ഷൻ മൂവീസിൽ നിന്ന് അക്ഷയ് കുമാറിന് ഒരു മോചനം നൽകിയതും ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു ധൈര്യം കൊടുത്തത് പ്രിയദർശൻ സാറാണ്. ഇൻസ്പിറേഷൻ ആയിരുന്നു, ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അക്ഷയ് കുമാർ പറഞ്ഞിരിക്കുന്നത് ഇത്രയും സിനിമകൾ ഈ ആക്ഷൻ പടങ്ങളിൽ നിന്ന് ഇപ്പോൾ ചെയ്യുന്ന വ്യത്യസ്തമായ ഗെറ്റപ്പുകളും അല്ലെങ്കിൽ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സും എല്ലാം ചെയ്യാനുള്ള ഒരു പ്രചോദനം പ്രിയദർശൻ സാർ മാത്രമാണ്. പിന്നെ അദ്ദേഹമാണ് പഠിപ്പിച്ചത് എങ്ങനെ ഹാസ്യം ചെയ്യാം, കോമഡി. അക്ഷയ് കുമാറിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ആണെങ്കിലും അദ്ദേഹം ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് വെച്ച് നമുക്ക് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് മൂവീസ് ചെയ്യാൻ പറ്റുമോ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം മാറ്റി മറിച്ചാണ് ഇപ്പോൾ ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത്. സോ പ്രിയദർശൻ സാറിന് ഹാറ്റ്സ് ഓഫ്, ഈ ഒരു നടനെ ഇങ്ങനെ ഒരു ഇതിലേക്ക് മാറ്റിയത്. ജീനിയസ് ഡയറക്ടർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എനിവേസ്, നെക്സ്റ്റ് ട്രാക്ക്. Back to the show, Filmy Bazaar. An ultimate entertainment updates from movies. ഇനി എനിക്ക് പറയാനുള്ളത് ഒരു തെലുങ്ക് തമിഴ് മിക്സ് ന്യൂസ് ആണ്. അതെ, പക്ഷേ ഫുൾ ഓഫ് ഒരു ട്വിസ്റ്റും സസ്പെൻസും എല്ലാം കൊണ്ടാണ്. ഈ തെലുങ്ക് കന്നഡ അല്ല, തെലുങ്ക് തമിഴ് കഥ നടക്കുന്നത് മലയാളത്തിലാണ്. അതെ, മലയാളം. അതിലെ ഡയറക്ടർ ബി ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹമാണ് ഈ മൂവി ഡയറക്ട് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഈ ചിത്രത്തിൽ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഇതില് വിശാലാണ് തമിഴിൽ മലയാളത്തിൽ അഭിനയിക്കാനായിട്ട് എത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ തെലുങ്ക് നടൻ ശ്രീകാന്തും വിശാലുമാണ് മെയിൻ ആയിട്ട് ഇപ്പൊ ഇതിനകത്ത് എത്തുന്നത്. പക്ഷെ അതിനകത്ത് വേറൊരാള് ഭയങ്കരമായിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ബിഗ് ബഡ്ജറ്റ് ആണിത്, ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. 25-30 crores ആണ്. മലയാളത്തിൽ അവർ രണ്ടുപേരും തെലുങ്കുന്നും തമിഴെന്നും എല്ലാം വരുമ്പോ മലയാളത്തിലെ ഒരു വീരനായിരിക്കും ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. എനിവേസ്, എന്തായാലും ഇതൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. ഒരു വൻ സ്റ്റാർ കാസ്റ്റ് തന്നെ ഉണ്ട് ഇതില്. ഭയങ്കര ഗ്രാഫിക്സും അങ്ങനെയുള്ള ഒരുപാട് പുറത്തുനിന്നാണ് എല്ലാ സംഭവങ്ങളും ചെയ്തു വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ട്രാക്ക് കണ്ടതിന് ശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. യിലെ പാട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ ആ സിനിമ കാണാനുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് എന്തായാലും തൽക്കാലം ഈ പ്രണയിക്കുന്ന ഒരു കാലമാണ് ഇത്. വാലന്റൈൻസ് ഡേ ഒക്കെ കുറച്ച് നേരത്തെ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം തിയേറ്ററിലെല്ലാം അത്രമാത്രം തിരക്കുകളാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ മൂവിക്കുള്ളത്. ഇടിച്ചാണ്. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ട് ആ ബുക്ക് ചെയ്ത ടിക്കറ്റ് കിട്ടണ്ടേ? മിനിറ്റ്സിനകമാണ് പോകുന്നത്. അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് ബി ഉണ്ണികൃഷ്ണൻ ഡയറക്ട് ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ 25-30 കോടി ബഡ്ജറ്റ് മൂവിയുടെ കാര്യമാണ്. ആ ചിത്രത്തിൽ നമ്മൾ പറഞ്ഞു വന്നത് തമിഴിൽ വിശാലും ആൻഡ് തെലുങ്ക് നടൻ ശ്രീകാന്തുമാണ്. പക്ഷെ മലയാളത്തിൽ നിന്ന് ആ ചിത്രത്തിൽ ലാലേട്ടനാണ് ആ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. സോ എന്തായാലും ലാലേട്ടന്റെ ഒപ്പം വിശാലും ആൻഡ് ശ്രീകാന്തും കോമ്പിനേഷൻ വരുന്നുണ്ട്. മെയിൻ ക്യാരക്ടേഴ്സ് തന്നെ അവർ ചെയ്യുന്നുണ്ട്. സോ വീണ്ടും ഒരു ബിഗ് ബഡ്ജറ്റുമായി ലാലേട്ടൻ എത്തുകയാണ്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു 1 സ്റ്റാർ കാസ്റ്റ് തന്നെയാണ് ഈ മൂവിയിലുള്ളത്. അടിപൊളി ചിത്രമായിരിക്കും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. സോ ട്രാക്ക്
Back to the show, Filmy Bazaar. An ultimate entertainment updates from movies. So എന്താണ് ഇനി നിഷയ്ക്ക് പറയാനുള്ളത്? ഇനി എനിക്കൊരു രാഷ്ട്രീയ കഥയാണ് പറയാനുള്ളത്. നിവിൻ പോളിയുടെ കഥയാണ് പറയാനുള്ളത്. അതെ, സഖാവ്. സഖാവ് എന്ന് പറയുമ്പോൾ എനിക്ക് കവിതയാണ് ഓർമ്മ വരുന്നത്. പക്ഷേ കവിതയില്ല, ഒരു കവിതയുണ്ട്, സഖാവ് കവിത. സോ എനിവേസ്, എന്തായാലും ഈ സഖാവിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ കണ്ടു. അത് തന്നെ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായിരുന്നു. അതെ, ചർച്ചയായിരുന്നു. പറയാൻ നിവിൻ പോളിയുടെ എക്സ്ട്രീംലി വേറെ ഒരു ഗെറ്റപ്പും 2017 നിവിൻ പോളിയുടെ ചിത്രമാണ്. അതുപോലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിവിൻ പോളി കുറെ ഇപ്പം പ്രേമത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്തിരുന്നത്. ആകെ ഹീറോ ബിജുവിലാണ് ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിൽ വന്നിരുന്നത്. പക്ഷെ ഇപ്പൊ ഒരു രാഷ്ട്രീയക്കാരന്റെ വേഷത്തിലാണ് വരുന്നത്. സിദ്ധാർത്ഥ് ശിവയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. സോ ഓൾറെഡി വൈറലായ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ, അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു ഫാൻ മെയ്ഡ് ഒരു വീഡിയോ ഇപ്പം അതിലെ ചിത്രത്തിനെ പറ്റി അതിന്റെ സ്റ്റോറി അല്ല, ഒരു ഔട്ട്ലൈൻ അതിലൂടെ ഈ മൂവിയുടെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ ആണ് അതിലൂടെ കാണിക്കാൻ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ അത് കാണുമ്പോൾ തന്നെ ഏകദേശം സഖാവ് കവിത എന്നല്ല, സഖാവ് മൂവി എന്താണെന്നുള്ളത് മനസ്സിലാവും. സോ എന്തായാലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു നിവിൻ പോളിയുടെ ഒരു ഗെറ്റപ്പ് ആണ്, ഒരു ഡിഫറെന്റ് മൂവിയാണ്. സോ നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങളും എല്ലാം അറിയാം നെക്സ്റ്റ്. അങ്ങനെ സഖാവിന്റെ വിശേഷങ്ങളാണ്, ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഫാൻ മെയ്ഡ് കർട്ടൻ റൈസർ വീഡിയോ ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയായി മാറിയിരിക്കുന്നത്. പിന്നെ കുതിരവട്ടം പപ്പുന്റെ മകൻ ബിനു പപ്പു ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്, അപർണ ഗോപിനാഥ്, രാജു, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു മൂവിയാണ്. പിന്നെ എന്തായാലും ഈ വർഷം നിവിൻ പോളിയുടെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു അവൈറ്റഡ് മൂവിയാണ് സഖാവ്. സോ നമുക്ക് ന്യൂ ലുക്ക്. അതെ, എന്തായാലും ഇത് നമുക്ക് ഇനി വൈകാതെ തിയേറ്ററിൽ കാണാൻ. സോ നമ്മുടെ ഫിൽമി ബസാറിന്റെ സമയം ഇവിടെ തീരുകയാണ്. നാളെ വീണ്ടും തകർപ്പൻ അപ്ഡേറ്റ്സുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. Till then, this is Nisha and signing off. Ta-da.